രാജിവെച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ജനതാദൾ ഒരുപക്ഷെ മുന്നണിക്ക് പുറത്തു വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുക? ഒരു ഇടതുപക്ഷ ബദലിന് ഇതൊക്കെ എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന് താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു? ഇപ്പോൾ നമുക്കത് പറയാനൊന്നും സാധ്യമല്ല. കാരണം നാളെയും മറ്റന്നാളുമായി എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, അത് ഏതൊക്കെ രീതിയിലാണ് ഈ കേരളത്തിലെ CPM നേതൃത്വം സ്വീകരിക്കുക എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ പൊതുവിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്. അത് കേരളത്തിലെ CPM നേതൃത്വം ദേശീയ തലത്തിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുഗുണമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഇവരെല്ലാവരും യോജിച്ചാൽ തന്നെയും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. അത് CPM മുന്നോട്ട് വെക്കുന്ന, ദേശീയ തലത്തിൽ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമല്ല കേരളത്തിൽ ഇപ്പോൾ CPM കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്കും ആ സ്ഥാനാർത്ഥികൾ വളരെ കൃത്യമാണല്ലോ. അതിൽ പിന്നെ അവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ എത്ര തൊഴിലാളി വർഗ പ്രതിനിധികളുണ്ട്, എത്ര ട്രേഡ് യൂണിയന്റെ എത്ര പ്രതിനിധികളുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വളരെ കൃത്യമായി ഇതൊക്കെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നുണ്ട് അവരുടെ താല്പര്യം. കുറേയേറെ അബ്ദുള്ളക്കുട്ടിമാരുടെ വിത്തുകൾ വിതയ്ക്കാൻ ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ അവർക്ക് കഴിയുന്നുണ്ട്. ഇതൊക്കെ അവർ എത്തിച്ചേർന്ന പുതിയൊരു രാഷ്ട്രീയമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾ ഒരു പക്ഷേ അഴിമതി വിരുദ്ധമായ, കമ്മ്യൂണിസ്റ്റും ഇടതുപക്ഷ സദാചാരത്തിനിഷ്ടമായ ഒരു മനസ്സ് ഇല്ലാതാവുന്നില്ല. അത്തരം മനസ്സ് ഒരു പക്ഷേ ഏത് രീതിയിലാണ് അടുത്ത ദിവസം കേരളത്തിൽ പ്രവർത്തിക്കുക എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഇങ്ങനെ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെട്ടുകൂടാ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എന്ന് പറയുന്നത് തന്റെ പാർട്ടിയെ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ മുഖ്യമന്ത്രിയും ഇങ്ങനെ ഈ മാത്യു ടി തോമസ് രാജിവെച്ചതിന് ശേഷം അങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്.